കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ 3 60 രൂപ വെച്ചിട്ടായിരുന്നു മേടിച്ചത്. അപ്പോൾ ഇത് വീട്ടിൽ നിസ്സാരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അമ്മ പറഞ്ഞത് കേട്ടിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പോവാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകണം. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ ഫൈനൽ റിസൾട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങളായിട്ടും ഷെയർ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ശ്രീ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉടുപ്പ് തയ്ച്ചതിൻ്റെ ബാലൻസ് തുണി കൊണ്ടിട്ടാണ് ഞാൻ തയ്ക്കണത്. അപ്പോൾ ആകെ ബാലൻസ് ഇത്രേ തുണി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ 12 സെൻറ്റിമീറ്റർ എടുക്കാൻ പറ്റില്ല. ഞാനത് കാരണം 11 സെൻറ്റിമീറ്റർ നീളം കിട്ടിയത് എടുത്തു കേട്ടോ. 5 സെൻറ്റിമീറ്റർ വീതിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളിനി തയ്ക്കാൻ പോവുകയാണ്. നമ്മൾ നല്ല വശം ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ക്ലോത്തിൻ്റെ നല്ല വശം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വേണം നമ്മൾ തയ്ക്കുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ക്ലോത്തിൻ്റെ സൈഡ് മുഴുവൻ നമ്മളിത് അടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ മെഷീൻ വെച്ചിട്ട് ഫുള്ളായിട്ട് അടിച്ചെടുക്കണം. സൈഡ് അതുപോലെ ഫുള്ളായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇത് നമ്മൾ നോർമലി ബുഷ് ഇടുന്നത് വെച്ചിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് മെഷീൻ്റെ മുകളിൽ ഞാൻ കയറിയിരിക്കാൻ തന്നെ പ്ലാൻ ചെയ്തത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇടുന്ന റബ്ബർ വേറെ ആണെന്നാണ് അമ്മ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്കത് കിട്ടിയില്ല. അപ്പോൾ ജസ്റ്റ് വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടും കളിപ്പിച്ചിട്ട് ഞാൻ പഴയ ബുഷിന്റെ ഉള്ളിലുള്ള സാധനം എങ്ങനെയുള്ളതാണെന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടി ഊരാന്ന് വിചാരിച്ചു കേട്ടോ. ലാസ്റ്റ് ഊരിട്ട് കിട്ടാനില്ലായിരുന്നു. അത്രയും നന്നായിട്ടായിരുന്നു അവർ സ്റ്റിച്ച് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ കത്രിക വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അത് വലിച്ചെടുത്തു കേട്ടോ പുറത്തേക്ക്. വലിച്ചെടുത്തപ്പോൾ ഇതുപോലെ നീളത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. നമ്മളിതേ പിൻ ചെയ്ത് വെച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നും കൂടി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള റബ്ബർ ബാൻഡ് ജസ്റ്റ് ഒന്ന് ഊരെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കട്ട് ചെയ്ത ഭാഗം വേറൊരു സ്ഥലത്തായിരുന്നു കെട്ടിട്ട് വെച്ചിരുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ റോങ് സ്ഥലത്തായിരുന്നു അത് മുറിച്ചതെന്ന് അർത്ഥം. പിന്നെ ഇതിപ്പോൾ എന്തിനാ ഞാൻ അഴിച്ചെടുത്തതെന്ന് എനിക്കറിയില്ല. ഇതാണെങ്കിൽ കേട് വന്നുപോയി. വൈറ്റ് ആൻഡ് ബ്ലാക്ക്, പിന്നെ ഇത് ഇവിടെ കെട്ട് കുടുങ്ങി കേസ്. അത് നശിപ്പിച്ച് ഇതിപ്പോൾ എന്ത് ചെയ്യണം? ഇട്ട് നോക്കാമല്ലേ. ഇങ്ങനത്തെ സാധനം എൻ്റെ അമ്മയുടെ കയ്യിലില്ല, അതുകൊണ്ടാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നീളത്തിൻ്റെ സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മറിച്ചെടുക്കാം. ഇങ്ങനെ തെറ്റിൽ നിന്നിട്ടാണ് നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ. ഇതൊരു ഐഡിയ കിട്ടിയാൽ പിന്നെ നമുക്ക് സെറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുന്ന എന്തോ സാധനം ഉണ്ട്. അമ്മ ഇങ്ങനെ ഈർക്കിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആക്കുന്നത് ഞാൻ കാണാറുണ്ട്. പക്ഷെ ഇത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എനിക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി കേട്ടോ. പുതിയ തുണിയിൽ ചെയ്യണ്ടായിരുന്നു അല്ലേ?
ഇതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ പിന്നെ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുവാണ്. നമുക്കിനി അപ്പുറത്ത് കിടത്താം. അതിന് മുമ്പ് ഈ സാധനം ഉള്ളിനെ പുറത്തേക്ക് എടുക്കണം. യെസ്, കിട്ടിപ്പോയി. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് പിന്നെ നോക്കാം. ഇവിടുത്തെ ഈ സാധനം വിടരുത് കേട്ടോ, ഈ സാധനം വിടരുത്. ഞാനെപ്പോഴും ഇങ്ങനെ പിടിക്കാം, കയ്യിൽ പിടിക്കണം. ബാക്കിയുള്ള സാധനം നമ്മൾ കടത്തി കിടണം. പിന്നെ ഊരി ജസ്റ്റ് ഇത് തമ്മിലൊന്ന് ജോയിൻ്റ് ആക്കണം. ജസ്റ്റ് കെട്ടിയിട്ട് കേട്ടോ. കെട്ടിയിട്ടു. ഇപ്പം ഇങ്ങനെയായി. ഇതല്ലേ ഉദ്ദേശിച്ചത്. ഇവിടെ ഇങ്ങനെ ഓപ്പണാ, നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി തയ്ച്ചു കൊടുക്കാം. നൂല് കൂട്ടി നമ്മൾ അതിവിദഗ്ധമായിട്ട് സംഭവം ചെയ്തെടുക്കുന്നു. ഇവിടെ സ്റ്റിച്ച് ഇട്ടു കേട്ടോ. കറക്റ്റ് നൂല് ചെയ്യണം. കറക്റ്റ് നൂലിട്ടാൽ സ്റ്റിച്ച് അടിപൊളിയായിട്ട് കിട്ടും. പക്ഷെ സംഭവം കളറായിട്ടുണ്ട്. ഇതാ
കൊള്ളാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.